ഗുഡ് മോർണിംഗ്. നമ്മളെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതായത് നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ അഭിരുചികൾ, നമ്മുടെ താല്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവാറുണ്ടോ? സാധാരണ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം കിട്ടുന്നത് മറ്റുള്ളവരെക്കുറിച്ച് മാത്രമാണ്. നമ്മളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അങ്ങനെ പറയാറില്ല, അല്ലേ? ശരിക്കും വേണ്ടത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ താല്പര്യങ്ങളോ നമ്മളുടെ കഴിവുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുപാട് വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ മനസ്സിലെപ്പോഴും എനിക്ക് കഴിയില്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ അത് അവർക്ക് അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാണ്, നമ്മൾക്ക് അതൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ കഴിയില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളാണ് കാര്യമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കി വെക്കണം. എപ്പോഴും നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കാഴ്ച, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചുറ്റുപാടുകൾ തുടങ്ങിയ നമ്മളുടെ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അതുപോലെ അത് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നല്ലത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ആ പോസിറ്റീവ് എനർജി നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. നേരെ മറിച്ച് നമ്മളിങ്ങനെ ഏത് സമയവും നെഗറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് പോവുകയും ചെയ്യും. അതുപോലെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കുക, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. പുഞ്ചിരിക്കുക മീൻസ് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുക. അല്ലാതെ മോശം ചിന്തകൾ ഉണ്ടാകുന്ന ഒരാൾക്കൊരിക്കലും പുഞ്ചിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ശരിക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സദാസമയം ചിരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള വേണ്ടാത്ത ചിന്തകൾ, എന്നെ അത് പറഞ്ഞു, അത് ഏത് ചെയ്തു എന്ന് തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? അത് നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മളുടെ മനസ്സിനകത്ത് നെഗറ്റീവ് അടിഞ്ഞുകൂടി നമ്മളുടെ വിജയത്തിലേക്കുള്ള ആ ഒരു വഴി അടഞ്ഞു കിടക്കും. അത്രയേ ഉള്ളൂ. ആ ചിന്തിക്കുന്ന ആൾ എന്തോ ആയിക്കോട്ടെ, അവരെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്തത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ ചിന്തിക്കപ്പെടുന്ന ആളുകൾക്ക് യാതൊരു പ്രശ്നം സംഭവിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ തന്നെയാണ് അതിൻ്റെ നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരാതെ സൂക്ഷിക്കുക. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ബോധപൂർവം ആലോചിക്കണം, ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത്. അത് നെഗറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചിന്തയെ നമ്മൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആണ് നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നുകൂടുന്നത് എന്ന് കാണുമ്പോഴേക്ക് നമ്മളതിനെ അത് നല്ലതല്ല, അത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ നെഗറ്റീവ് ചിന്തകളെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ ഇരട്ടി ചിന്തകൾ ബോധപൂർവം മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്ന് പോസിറ്റിവിറ്റി കിട്ടും. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണാൻ വല്ലാത്ത ഉത്സാഹമാണിന്ന് നമുക്ക്. അതുകൊണ്ട് ഇനി സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്തത് പറയുകയാണെങ്കിൽ അതും നമ്മളുടെ മനസ്സിനകത്ത് നെഗറ്റിവിറ്റി വരാനും നമ്മൾ ഡൗൺ ആവാനും കാരണമാകും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരുടെ മോശം വശങ്ങൾ കാണാതെ അത് അവോയ്ഡ് ചെയ്യുക. നല്ല വശങ്ങൾ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനില്ലെങ്കിൽ, നല്ലതല്ല ചീത്ത കാര്യങ്ങൾ പറയാനില്ലെങ്കിൽ നമുക്ക് വിഷയമില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടി മറ്റുള്ളവരുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശരിക്കും മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ ആ പറയപ്പെടുന്ന വ്യക്തികൾക്കല്ല പ്രശ്നമാകുന്നത്, അതും നമ്മൾക്ക് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതോടെ നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, ബി പോസിറ്റീവ്, ബി ഹാപ്പി. താങ്ക് യു.